നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലുമൊക്കെ റെഡും ഗ്രീനും മാറി മാറി വന്ന ഒരു ദിവസമായിരുന്നു. ഒടുവിൽ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. 25,100 ഹോൾഡ് ചെയ്യാനും സാധിച്ചു. പക്ഷേ സെൻസെക്സ് 53 പോയിന്റ്സ് ഇടിയുകയുണ്ടായി. നിഫ്റ്റി ബാങ്ക് 211 പോയിന്റ്സും ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. ബാങ്ക് നിഫ്റ്റി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. കൃത്യമായിട്ട് തന്നെ അവിടെ നിന്നും ഒരു റിജക്ഷൻ സംഭവിച്ചു. മിഡ് ക്യാപ്പും ഇന്നൊരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. സെക്ടറുകളിലേക്ക് നോക്കിയാൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇന്നും IT സെക്ടർ തന്നെയാണ്. 1.67% ഉയർന്നു. നിഫ്റ്റി മീഡിയ 1.09% നേട്ടമുണ്ടാക്കി. മറ്റു മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.32% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ സിംഗപ്പൂർ മാർക്കറ്റും ഹോങ്കോങ് മാർക്കറ്റും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. തായ്വാൻ മാർക്കറ്റാണ് നല്ല നേട്ടമുണ്ടാക്കിയത്, 2% ഉയർന്നു. കോസ്പി മാർക്കറ്റ് 0.56% നേട്ടമുണ്ടാക്കി. ജക്കാർത്ത കോമ്പോസിറ്റ് 1.65% ഉയരുകയുണ്ടായി. ചൈനീസ് മാർക്കറ്റ് ഷാങ്കായ് കോമ്പോസിറ്റ് 0.44% ഇടിയുകയുണ്ടായി. യൂറോപ്യൻ വിപണി ഇപ്പോഴും മിക്സഡ് ആയിട്ടാണുള്ളത്. ഓപ്പൺ ചെയ്തിരിക്കുന്ന US മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,190 ഏകദേശം ഒരു 20 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് കാണിക്കുന്നത്. അസറ്റ് ക്ലാസ്സുകളിൽ ക്രൂഡ് ഓയിൽ നല്ല നേട്ടത്തിലാണ്. ഏകദേശം 1.4% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ് കോയിൻ 1.5% ഇടിവിൽ $1,80,000 ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് ഗോൾഡിൽ 0.2% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. നമ്മൾ ഇതിൽ നൽകാറുള്ള എഡ്യൂക്കേഷൻ വ്യൂസ്, ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാം. ആറ്റം വാല്യൂസ് ലിമിറ്റഡ് എന്ന കമ്പനി സ്റ്റോക്ക് നമ്മൾ 108.5 എന്ന നിലയിലാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ വ്യൂ ഷെയർ ചെയ്യുന്നത്. സ്റ്റോക്ക് ഇന്ന് 20% അപ്പർ സർക്യൂട്ടിലായിരുന്നു. ഏകദേശം 12.5% റിട്ടേൺ കേവലം 1.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ഇത്തരത്തിൽ നിരവധി സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒരു സ്റ്റോക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം നമ്മൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റിൽ നിന്ന് ഓവർ വെയ്റ്റിലേക്ക് ഈ സ്റ്റോക്കിനെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2,975 നിന്ന് 3,500 ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് മോർഗൻ സ്റ്റാൻലി റേറ്റിംഗ് ആയി നൽകിയിരിക്കുന്നത് 3,500 രൂപയാണ്. ഇപ്പോഴത്തെ ഈ ഒരു റേറ്റിൽ നിന്ന് ഏകദേശം 30% ഒരു അപ്സൈഡ് പോസിബിലിറ്റിയാണ് സ്റ്റോക്കിൽ മോർഗൻ സ്റ്റാൻലി കാണുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഇന്ന് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷനാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഡൗൺ സൈഡ് സ്ലോപ്പിംഗ് റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രാസിമിൽ നമുക്ക് ലഭിച്ചിരുന്നു. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്കിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് മാർക്കറ്റിൽ റെഡും ഗ്രീനും മാറി മാറി വന്ന ഒരു ദിവസമായിരുന്നു. നിഫ്റ്റിയിലും അതുപോലെ സെൻസെക്സിലുമൊക്കെ. എന്തായാലും ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 2% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിൽ 33,000 കോടി മുതൽ 35,000 കോടി വരെ നിക്ഷേപിക്കാനുള്ള പദ്ധതി കമ്പനി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഏകദേശം 2% നേട്ടമുണ്ടാക്കിയത്. ഇന്ന് ടാറ്റ മോട്ടോഴ്സ് നല്ല നേട്ടമുണ്ടാക്കിയപ്പോൾ മാരുതി സുസുക്കി ഏകദേശം 1.5% അടുത്ത് ഇടിയുകയാണ് ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇലക്ട്രോണിക് വാഹന EV ഉൽപ്പാദന ലക്ഷ്യം ഗണ്യമായി കുറച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നതോടെയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വിവിധ മോഡലുകളായിട്ടുള്ള നെക്സോൺ EV, പഞ്ച് EV, മഹീന്ദ്ര എന്നിവയൊക്കെ ആയി കടുത്ത മത്സരമാണ് മാരുതി സുസുക്കിക്ക് നേരിടേണ്ടി വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഉൽപ്പാദന ലക്ഷ്യം കൂടി ഗണ്യമായി കുറച്ചു എന്നൊരു വാർത്ത വരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത്, ബാങ്ക് നിഫ്റ്റി ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയ ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി സ്റ്റോക്കുകൾ ഒരു ഇടിവിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് RBL ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് RBL ബാങ്കിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഏകദേശം 50 മുതൽ 60% റിട്ടേൺ ആണ് RBL ബാങ്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ നല്ല Q4 റിസൾട്ടും നല്ല Q4 റിസൾട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നല്ലവണ്ണം പെർഫോം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണിത്.
ഇനി ഇന്ത്യൻ ബാങ്കിൻ്റെ കേസും അത്തരത്തിൽ തന്നെയാണ്. ഏകദേശം ഫെബ്രുവരി മുതൽ ഏകദേശം 50 മുതൽ 60% ഒരു റിട്ടേൺ സ്റ്റോക്കിൽ നമുക്ക് കിട്ടുകയുണ്ടായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു Q4 റിസൾട്ടും കൂടി ആയതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് നല്ലവണ്ണം ഉയർന്നത്. അതിനുശേഷമുണ്ടായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇന്ന് ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ കണ്ടത്. ഇനി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രയുടെ ഉടമസ്ഥതയിലുള്ള മുംബൈ മെട്രോ 1 പ്രൈവറ്റ് ലിമിറ്റഡ് ആർബിട്രേഷൻ വിധി പ്രകാരം 1169 കോടി രൂപ നൽകാൻ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയോട് ബോംബെ ഹൈക്കോടതി അറിയിക്കുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വന്നതോടെ സ്റ്റോക്ക് ഏകദേശം 3% നേട്ടമാണ് ഉണ്ടാക്കിയത്. ചാർട്ടിലും സ്റ്റോക്ക് നല്ല ബുള്ളിഷായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നും നാളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ വ്യൂ ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടേതാണ്. സ്റ്റോക്കിൽ ഒരു കപ്പ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട അപ്സൈഡിലെ ഒരു ലെവൽ 247 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റോക്ക് ആദ്യത്തെ ടാർഗറ്റായി 270ലേക്കും പിന്നീട് ഒരു 300 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വ്യൂ മാത്രമാണ് ഷെയർ ചെയ്തത്. സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് കൃത്യമായി നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം എൻട്രിയിലേക്ക് പോവുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ രാവിലെ നമുക്ക് വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി.